കർത്താവിന്റെ പൊന്നു തിരുനാമത്തിന് മഹത്വം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. ഒരു പ്രഭാതത്തിൽ ദൈവം നമ്മെ ഉണർത്തിയല്ലോ. ആ ദൈവത്തിന് നമുക്ക് പ്രാരംഭമായി നന്ദി പറയാം. ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. അവന്റെ സ്നേഹത്തിൽ നാം ഒരുമിച്ച് ജീവിക്കുവാൻ, വളരുവാൻ ദൈവം നമ്മെ പ്രഭാതത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ചിന്തിക്കുന്നത് പ്രതികരണങ്ങൾ ലഭ്യമാണ് എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ പറ്റിയാണ്. അതിനെ ആസ്പദമാക്കി ഒരു തിരുവചനം ഞാൻ ഇവിടെ വായിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നല്ല ഒരു തിരുവചനം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. നാം നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചത്? യേശു നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? അവന്റെ അവസാനത്തുള്ളി രക്തം വരെയും അവന്റെ പ്രാണൻ പോലും നമുക്ക് വേണ്ടി വെടിഞ്ഞ്, ദൈവത്തിന് സ്തോത്രം, അനേക നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റ് മാനവകുലത്തിനു വേണ്ടി, മാനവരാശിക്ക് വേണ്ടി അവരുടെ പാപത്തിന്റെ പരിഹാരമായി ദൈവത്തിന് സ്തോത്രം നമ്മെ വീണ്ടെടുക്കുവാൻ, ആ ശിക്ഷയിൽ നിന്ന് നമ്മളെ ഉയർത്തുവാൻ വേണ്ടിയാണ് കാൽവറിയുടെ കുലക്കളത്തിൽ, ആ പച്ച പൈമര കുരിശിൽ അവൻ മരിക്കുവാനിടയായി തീർന്നത്. ജീവിതത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഇത്രമാത്രം സ്നേഹിക്കുന്നതായ ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെ നമ്മൾ പറയും, എന്റെ അപ്പൻ അല്ലെ എന്റെ അമ്മ, എന്റെ സഹോദരങ്ങൾ, എന്റെ സഹോദരികൾ, ഇവരൊക്കെ എന്നെ അധികമായി സ്നേഹിക്കുന്നുവെന്ന്. പക്ഷെ ആ സ്നേഹം സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം മാറുന്നതായിരിക്കും, അല്ലെ മാറ്റം സംഭവിക്കുന്നതായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിനോ ദൈവിക സ്നേഹത്തിനോ ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. നാം ദൈവത്തെ സ്നേഹിക്കാതിരുന്ന സമയങ്ങളിലും ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിക്കും. ദൈവത്തിന് സ്തോത്രം. പിതാവിന്റെ അഥവാ അപ്പന്റെ കൽപ്പനകൾ ആര് അതുംപടി അനുസരിക്കുന്നുവോ അവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ഇത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന് സ്തോത്രം, ഒരു വലിയതായിരിക്കുന്ന ഒരു തീരുമാനം ഈ നാളുകളിൽ എടുക്കണം. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമായി നാം ജീവിക്കുമ്പോൾ ദൈവം, അതുമാ മാത്രമല്ല സ്വർഗം അവിടെ സന്തോഷിക്കുവാൻ ഇടയായി തീരും. നമ്മുടെ ഏത് പ്രതികരണങ്ങളും ദൈവത്തിൽ കൂടെ ആകണം. അത് ആരംഭിക്കണം. ദൈവത്തിന് സ്തോത്രം. നാം എന്ത് ചിന്തിച്ചാലും, എന്ത് നാം പ്രവർത്തിക്കാൻ പോകുമ്പോഴും, നാം എന്ത് സംസാരിക്കാൻ ദൈവത്തിന് സ്തോത്രം നാം എടുക്കുമ്പോഴും അത് ദൈവത്തിന്റെ ഹിതപ്രകാരം ആയിരിക്കണം. ആ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഏത് പ്രതികരണങ്ങളാണെ പോലും അത് ദൈവത്തെ മുൻ നിർത്തിക്കൊണ്ട്, ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് മാത്രം നാം സംസാരിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. പലപ്പോഴും ദൈവത്തിന് സ്തോത്രം നമ്മൾ പരാജയത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്നതിന്റെ കാരണം ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ നമ്മുടെ സ്വന്തം വിവേകത്തിലും സ്വന്തം ബുദ്ധിയിലും നാം ഊന്നുന്നത് കൊണ്ട് പലയിടത്തും നാം പരാജയപ്പെട്ട്, പലയിടത്തും നാം തോൽവി സംഭവിച്ച്, പലപ്പോഴും സാത്താന്റേതായിരിക്കുന്ന ആ വലയ്ക്കുള്ളിൽ നാം പലപ്പോഴും പലരും കുടുങ്ങുന്നവരായി തീരുന്നു. കാരണം എന്താണ്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാക്കുകൾ പോലും, നമ്മുടെ നാവുകളെ പോലും ക്രൂശിക്കുന്നതായ ഒരു അനുഭവം നമ്മുടെ ദൈവമക്കൾക്കുണ്ടാകണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ നാവുകൾ ചെറിയ അവയവമാണെങ്കിലും അത് വലിയ കാട് കത്തിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വാക്കുകൾ പോലും മറ്റുള്ളവർക്ക് സമാധാനത്വവും അതുപോലെ ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കുന്ന വാക്കുകളെ നാം സംസാരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അത് പ്രതികരിക്കുന്നത് അത് ദൈവത്തോട് കൂടെയുള്ളതായിരിക്കുന്ന, അത് ദൈവം നമ്മോട് കൂടെയുള്ളതായിരിക്കുന്ന ഒരു സംസാരമായി മാറും. ഏത് കാര്യങ്ങളും ക്രിസ്തു മൂലക്കല്ലായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു മൂലക്കല്ലായിരിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ ആലോചനകൾ ചോദിച്ചുകൊണ്ട് ഓരോ പ്രഭാതവും എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവികമാകുന്നതായ ആലോചനകൾ ചോദിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്നുവെങ്കിൽ അവരുടെ യാത്രയിലും അവരുടെ വഴികളും ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഭാവിക്കുന്നതിന് മീതെ നാം ഭാവിക്കാതെ ദൈവത്തിന് സ്തോത്രം ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നാം സംസാരിക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഭാവിക്കുന്നതിന് മീതെ നാം ഭാവിക്കാതെ ദൈവത്തിന് സ്തോത്രം, നമുക്ക് ലഭിച്ചതായ കൃപ എപ്രകാരമാണ് ആ കൃപയ്ക്കൊത്തവണ്ണം നാം സംസാരിക്കുക. ക്രിസ്തുവിന്റെ പാപം
അവരിൽ ജീവിക്കുകയും ദൈവത്തിന് സ്തോത്രം വചനം ജഡമായി തീർന്നതുപോലെ കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ കർത്താവ് പാർത്തിരുന്നത് പോലെ തന്നെ ദൈവത്തിന് സ്തോത്രം ക്രിസ്തു നമ്മളിന്മേൽ അത് വളരുവാനും ക്രിസ്തുവിൽ നാം ഉയരുവാനും ഇടയായി തീരും. യോഹന്നാന്റെ സുവിശേഷം 1:14 പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എത്ര താഴ്മയുള്ളവനായോണ്ടാണ് കർത്താവ് മനുഷ്യവേഷം എടുത്ത് ഭൂമിയിൽ ജഡമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിക്കൊണ്ട് ഇനിയുള്ള നാളുകളിൽ ദൈവത്തിന് സ്തോത്രം പ്രതികരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെങ്കിലും എന്ത് പ്രതികരിച്ചാലും അത് ദൈവിക ഹിതപ്രകാരം നാം പ്രതികരിക്കുക. അത് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നാം മുന്നോട്ടുള്ള കാര്യങ്ങൾ നീങ്ങുക. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ കേട്ടതായിരിക്കുന്ന തിരുവചനത്തിൽ നാം അടിയുറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി കഷ്ടവും നഷ്ടവും വന്നാലും കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജന്മദിനം ആഘോഷിക്കുന്നതായ പ്രിയ മക്കളുടെ പേര് ഞാനിവിടെ വായിക്കുന്നു. ബ്രയാൻ സ്റ്റാൻലിൻ മാവേലിക്കര, രാജി തോമ്പിക്കണ്ടം. ദൈവത്തിന് സ്തോത്രം. ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പേര് പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ചതായ വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഇടപെടൽ, ഞങ്ങളുടെ സംസാരം ഇതൊക്കെ ദൈവത്തിന് ഹിതപ്രകാരമായി കർത്താവെ മുൻപോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണം. തുടർന്നും അവരെ നടത്തണം. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം. അവരുടെ ആത്മീക ജീവിതത്തിൽ അവരുടേതായിരിക്കുന്ന ഏത് മേഖലകളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൽ തലവണക്കിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.